ക്രിക്കറ്റ് പ്രേമികളെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ഇത് IPL-ൽ നിന്നും ആ വമ്പൻ വാർത്ത ഒടുവിൽ പുറത്തുവന്നിരിക്കുകയാണ്. മറ്റേതെങ്കിലും ടീമുകളുടെ വിജയപരാജയങ്ങൾക്കോ റൺറേറ്റ് കണക്കുകൂട്ടലുകൾക്കോ ഒന്നിനും കാത്തുനിൽക്കാതെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ടൂർണമെന്റിൽ നിന്നും പൂർണ്ണമായി പുറത്തായിരിക്കുന്നു. ജയിച്ചാൽ മാത്രം നേരിയ പ്ലേ ഓഫ് സാധ്യതയെങ്കിലും ബാക്കിയുണ്ടാകും എന്ന വലിയ പ്രതീക്ഷയോടെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലിറങ്ങിയ ചെന്നൈയെ ശുഭ്മൻ ഗില്ലിന്റെ ഗുജറാത്ത് ടൈറ്റൻസ് അക്ഷരാർത്ഥത്തിൽ നാണം കെടുത്തുകയായിരുന്നു. 89 റൺസിന്റെ വമ്പൻ വിജയമാണ് സ്വന്തം മണ്ണിൽ ഗുജറാത്ത് ടൈറ്റൻസ് ആഘോഷിച്ചത്. ഒരുപക്ഷേ ഈ സീസണിൽ ചെന്നൈ ആരാധകർ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ആ ദിവസം തന്നെയാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. നേരിയ പ്ലേ ഓഫ് സാധ്യതയെങ്കിലും എങ്ങനെയെങ്കിലും കാത്തുസൂക്ഷിക്കാൻ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദും സംഘവും ഈ മത്സരത്തിൽ എന്തുവന്നാലും ജയിക്കേണ്ടതുണ്ടായിരുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ വിജയികളെ തീരുമാനിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കാറുള്ള ടോസ് ഭാഗ്യം ചെന്നൈ ക്യാപ്റ്റന് ലഭിച്ചിരുന്നു. എന്നാൽ ടോസ് ലഭിച്ചിട്ടും ആ വലിയ അനുകൂല സാഹചര്യത്തെ ഒരു വിജയമാക്കി മാറ്റിയെടുക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിക്കാതെ പോയി. ചെന്നൈ ടൂർണമെന്റിൽ നിന്നും പുറത്തായതോടെ ഇനി ശേഷിക്കുന്ന ഒരേയൊരു പ്ലേ ഓഫ് ടിക്കറ്റിനായുള്ള വമ്പൻ പിടിവലി രാജസ്ഥാൻ റോയൽസ്, പഞ്ചാബ് കിങ്സ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നീ ടീമുകൾ തമ്മിലായി ചുരുങ്ങിയിരിക്കുകയാണ്. 200-ലധികം റൺസ് ചേസ് ചെയ്യുന്നതിൽ ഈ സീസണിൽ ഉടനീളം വലിയ ദുർബലത കാണിച്ചിട്ടുള്ള ചെന്നൈ ടീമിന് മുന്നിലേക്ക് ഗുജറാത്ത് ടൈറ്റൻസ് 230 റൺസിന്റെ കൂറ്റൻ ലക്ഷ്യം വെച്ച് നീട്ടിയപ്പോൾ തന്നെ ഈ മത്സരത്തിന്റെ വിധി കുറിക്കപ്പെട്ടിരുന്നു. പിന്നീട് ക്രീസിൽ സംഭവിച്ചതും എല്ലാവരും ഭയന്നതുപോലെ തന്നെയാണ്. കൂറ്റൻ റൺമല ലക്ഷ്യമിട്ട് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈയുടെ ഇന്നിംഗ്സിലെ ആദ്യ ബോളിൽ തന്നെ സഞ്ജു സാംസൺ ഗോൾഡൻ ഡെക്കായി പുറത്തായതോടെ CSKയ്ക്ക് കാര്യങ്ങളെല്ലാം പാളിത്തുടങ്ങി. അവിടെ നിന്നും തകർച്ചയുടെ ആക്കം കൂടുകയാണ് ചെയ്തത്. വെറും 7-ാം ഓവർ പുരോഗമിക്കുമ്പോഴേക്കും 5 വിക്കറ്റ് നഷ്ടത്തിൽ 63 റൺസ് എന്ന നിലയിലേക്ക് ചെന്നൈ കൂപ്പുകുത്തിയപ്പോൾ തന്നെ മത്സരം ഗുജറാത്തിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരുന്നു. ഈ തകർച്ചയ്ക്കിടയിലും 17 ബോളിൽ 4 ഫോറും 4 സിക്സറുമടക്കം 47 റൺസെടുത്ത ശിവം ദുബെ മാത്രമേ ഗുജറാത്ത് ബൌളർമാർക്ക് മുന്നിൽ അല്പമെങ്കിലും പൊരുതിനോക്കാൻ തയ്യാറായുള്ളൂ. പിന്നീട് ക്രീസിലേക്ക് വന്ന മാത്യു ഷോട്ട് 24 റൺസിനും ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് 16 റൺസിനും ഉർവിൽ പട്ടേൽ റൺസൊന്നും എടുക്കാതെ 0-നായും പുറത്തായി. പിന്നാലെ വന്ന കാർത്തിക് ശർമ്മ 19 റൺസും ഡെവാൾഡ് ബ്രവീസ് 8 റൺസും അൻഷുൽ കമ്പോജ് 19 റൺസും എടുത്ത് മടങ്ങിയതോടെ ചെന്നൈ ബാറ്റർമാരുടെ ഒരു വൻ ഘോഷയാത്ര തന്നെയാണ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ 10,000-കണക്കിന് ആരാധകർക്ക് കാണേണ്ടി വന്നത്. ഒടുവിൽ വിക്കറ്റുകൾ ഓരോന്നായി പൊഴിഞ്ഞുകൊണ്ടിരുന്ന മത്സരത്തിൽ 13.4 ഓവറിൽ വെറും 140 റൺസിന് ചെന്നൈയുടെ മുഴുവൻ ആളുകളും കൂടാരം കയറി. ചെന്നൈ ഇന്നിംഗ്സിന്റെ തുടക്കത്തിലെ 3 ഓവറുകൾക്കുള്ളിൽ തന്നെ അവരുടെ മുൻനിരയിലെ ആദ്യ 3 വിക്കറ്റുകളും പിഴുതെടുത്ത മുഹമ്മദ് സിറാജാണ് ചെന്നൈയുടെ കഥ പൂർണ്ണമായും കഴിച്ചത്. സിറാജിന് പുറമെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞ കാഗിസോ റബാഡയും റാഷിദ് ഖാനും 3 വിക്കറ്റുകൾ വീതം പങ്കിട്ടുകൊണ്ട് ഗുജറാത്തിന്റെ വിജയത്തിന് വേഗത കൂട്ടി. നേരത്തെ മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിന് അയക്കപ്പെട്ട ഗുജറാത്ത് ടൈറ്റൻസ് അവരുടെ ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ ഉൾപ്പെടെയുള്ള ടോപ്പ് 3 ബാറ്റർമാരുടെ അസാമാന്യ ബാറ്റിംഗ് കരുത്തിലാണ് 4 വിക്കറ്റ് നഷ്ടത്തിൽ 229 റൺസ് എന്ന കൂറ്റൻ ടോട്ടൽ സ്കോർ ബോർഡിൽ പടുത്തുയർത്തിയത്. ഗുജറാത്ത് നിരയിൽ 53 ബോളിൽ 7 ഫോറും 4 സിക്സറുമടക്കം 84 റൺസോടെ സായ് സുദർശൻ ടോപ്പ് സ്കോററായപ്പോൾ ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ 37 ബോളിൽ 7 ഫോറും 3 സിക്സറുമടക്കം 64 റൺസ് നേടി മികച്ച പിന്തുണ നൽകി. ഇവർക്ക് പുറമെ വൺ ഡൌണായി ഇറങ്ങിയ ജോസ് ബട്ട്ലർ വെറും 27 ബോളിൽ 5 ഫോറും 4 സിക്സറും അടിച്ച് 57 റൺസോടെ പുറത്താവാതെ നിന്നു. മത്സരത്തിൽ ഗുജറാത്ത് പടുത്തുയർത്തിയ മികച്ച 2 ബാറ്റിംഗ് കൂട്ടുകെട്ടുകളാണ് അവരുടെ വലിയ വിജയത്തിന് കരുത്തായി മാറിയത്. ഓപ്പണിംഗ് വിക്കറ്റിൽ ഒന്നിച്ച ഗിൽസായ് ജോഡി ചെന്നൈ ബൌളർമാരെ കണക്കറ്റ് പ്രഹരിച്ചുകൊണ്ട് വെറും 12.2 ഓവറിൽ 125 റൺസാണ് സ്കോർ ബോർഡിലേക്ക് വാരിക്കൂട്ടിയത്. ഈ കൂട്ടുകെട്ട് പൊളിഞ്ഞതോടെ ചെന്നൈ പൂർണ്ണമായും പ്രതിരോധത്തിലായി കഴിഞ്ഞിരുന്നു. പിന്നീട് അപകടകാരിയായ ഗില്ലിനെ പുറത്താക്കി ഒരു ശക്തമായ മടങ്ങിവരവിന് ചെന്നൈ ബൌളർമാർ ശ്രമം നടത്തിയെങ്കിലും 2-ാം വിക്കറ്റിൽ ഒന്നിച്ച സായ് ബട്ട്ലർ ജോഡി CSK ബൌളിംഗ് നിരയെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് വെറും 36 ബോളിൽ 82 റൺസ് കൂടി അടിച്ചുകൂട്ടിയതോടെ ചെന്നൈയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകളെല്ലാം അഹമ്മദാബാദിലെ മണ്ണിൽ അസ്തമിക്കുകയായിരുന്നു. അവസാന മത്സരത്തിൽ ദയനീയമായി പരാജയപ്പെട്ട ടീമിൽ വലിയ 2 മാറ്റങ്ങളുമായാണ് CSK ഈ നിർണായക പോരാട്ടത്തിനായി കളത്തിലിറങ്ങിയിരുന്നത്. കഴിഞ്ഞ മത്സരങ്ങളിൽ കളിച്ച വെസ്റ്റ് ഇൻഡീസ് സ്പിന്നർ അക്കീൽ ഹൊസൈൻ, പ്രശാന്ത് വീർ എന്നിവർക്ക് പകരം മാത്യു ഷോട്ട്, ഗുർജപ്നീത് സിംഗ് എന്നിവരെയാണ് ചെന്നൈ മാനേജ്മെന്റ് പ്ലേയിംഗ് 11-ൽ ഉൾപ്പെടുത്തിയത്. മറുഭാഗത്ത് ഗുജറാത്ത് ടൈറ്റൻസ് നിരയിലും നിർണായകമായൊരു മാറ്റം വരുത്തിയിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ പന്തെറിഞ്ഞ സായ് കിഷോറിനു പകരം പ്രമുഖ ഫാസ്റ്റ് ബൌളർ പ്രസിദ്ധ് കൃഷ്ണയെയാണ് അവർ ഈ മത്സരത്തിൽ കളിപ്പിച്ചത്. ഈ സീസണിൽ ഇതാ 2-ാം തവണയാണ് ചെന്നൈ സൂപ്പർ കിങ്സും ഗുജറാത്ത് ടൈറ്റൻസും നേർക്കുനേർ കൊമ്പുകോർക്കുന്നത്. കഴിഞ്ഞ മാസം 26-ാം തീയതി ചെന്നൈയുടെ സ്വന്തം തട്ടകമായ ചെപ്പോക്കിൽ ഇരു ടീമുകളും മുഖാമുഖം വന്നപ്പോൾ അന്ന് 8 വിക്കറ്റിന്റെ ആധികാരിക വിജയമാണ് ഗുജറാത്ത് ടൈറ്റൻസ് സ്വന്തമാക്കിയിരുന്നത്. ആ കനത്ത തോൽവിക്ക് സ്വന്തം നാട്ടിൽ വെച്ച് പ്രതികാരം ചെയ്യാം എന്ന ചെന്നൈയുടെ മോഹങ്ങൾക്കാണ് ശുഭ്മൻ ഗില്ലും സംഘവും ഇപ്പോൾ തങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് കനത്ത പ്രഹരമേൽപ്പിച്ചിരിക്കുന്നത്. ഇതോടെ ചെന്നൈയുടെ ഈ വർഷത്തെ IPL യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഈ വമ്പൻ തകർച്ചയെയും പ്ലേ ഓഫ് പുറത്താകലിനെയും നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ടോസ് ലഭിച്ചിട്ടും ആദ്യം ബൌളിംഗ് തെരഞ്ഞെടുത്ത ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിന്റെ തീരുമാനം പാളിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
അതുപോലെ തന്നെ ഇന്നിംഗ്സിന്റെ ആദ്യ ബോളിൽ തന്നെ സഞ്ജു സാംസൺ പുറത്തായതാണോ ചെന്നൈയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത്, അതോ മധ്യനിരയിൽ ആർക്കും തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കളിക്കാൻ കഴിയാതെ പോയതാണോ ചെന്നൈക്ക് ഇത്രയും വലിയൊരു തിരിച്ചടിയായത്? ശുഭ്മൻ ഗില്ലിന്റെയും സായ് സുദർശന്റെയും ആ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനത്തെയും മുഹമ്മദ് സിറാജിന്റെ മാരക ബൌളിംഗിനെയും പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ചെന്നൈ പുറത്തായ സ്ഥിതിക്ക് ഇനി ശേഷിക്കുന്ന ആ ഒരേയൊരു പ്ലേ ഓഫ് ടിക്കറ്റ് രാജസ്ഥാൻ റോയൽസ്, പഞ്ചാബ് കിങ്സ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നിവരിൽ ആര് സ്വന്തമാക്കുമെന്നാണ് നിങ്ങൾ പ്രവചിക്കുന്നത്? നിങ്ങളുടെ കൃത്യമായ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകളും IPL വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.